ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ മെൻസൈ മൊബൈൽ തന്നെയാണ് കളിക്കാൻ പോകുന്നത്. മാത്രമല്ല ഗൈസ്, നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇച്ചിരി ലോങ് ആയിരിക്കും നമ്മുടെ അടുത്ത വീഡിയോ എന്ന് പറയുന്നത്. ഓക്കെ ഗൈസ്, അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഇച്ചിരി ബാഡസ്റ്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഇതുവരെയായിട്ടും വീഡിയോ ഇട്ടതിൽ ഏറ്റവും ബാഡസ്റ്റ് ആയിട്ടുള്ള എന്താണ് ഗൈസ് പറയാം, നമ്മുടെ FC മൊബൈലിലെ വീഡിയോ ആയിരുന്നു ഇന്നലത്തേത്. ബിക്കോസ് ഗൈസ് നിങ്ങൾക്കറിയാമല്ലോ നമ്മൾ 2 വട്ടം തോറ്റ്, എന്നിട്ട് പിന്നെ നമ്മൾ കളിച്ച് ജയിച്ച്. ഓക്കെ ഗൈസ്, അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അങ്ങനെ എല്ലാം ചെയ്യുക. നിങ്ങളുടെ നെയിമും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ ഗൈസ്, ബട്ട് ഗൈസ് ഇവന്മാരുടെ ടീമിലെ ആൾക്കാരെ നോക്കിയ ഗൈസ്, റോബർട്ട് കാർലോസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഗൈസ് ഇവന്മാരുടെ ടീമിൽ ആരൊക്കെയാണ് ഗൈസ് ഉള്ളത്? റവീൽഡോ ഒക്കെ ഉണ്ട്, ബെക്കാം, അത് നമ്മുടെ ടീമിൽ. റവീൽഡോ ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് ഗൈസ്, പക്ഷെ നമ്മൾ എടുക്കുന്നില്ല. ഗൈസ് ഇപ്പം ആരാ ഗോൾ അടിച്ചേ? സിക്കോ, എടാ പെലെ. ഗൈസ് റൊണാൾഡോ. ഗൈസ് മറ്റേ റൊണാൾഡോ അല്ലായിരിക്കില്ല, റൊണാൾഡോ നസ്രു ആയിരിക്കും. കൊള്ളാടാ, ആ ടീമിൽ അത്യാവശ്യം ലെജൻഡാണ് കേട്ടാ. ലെജൻഡ് പ്ലേയേഴ്സ് ഉണ്ട്, ലെജൻഡ് പ്ലേയേഴ്സ്. ഗൈസ് ഗോൾഡൻ ചാൻസ് വി മിസ് ഇറ്റ് ഗൈസ്. എന്നാലും ഗൈസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അവന്മാർക്ക് വിട്ട് കൊടുത്തായിരുന്നല്ലോ ഗൈസ്, അല്ലാതെ അവന്മാരായിട്ട് ഗോൾ അടിച്ചല്ലായിരുന്നു, നമ്മൾ വിട്ട് കൊടുത്താണ് ഗൈസ്, പെനാൽറ്റി തീർക്കാമെന്ന് പറഞ്ഞുകൊണ്ട്. ബട്ട് ഗൈസ് രണ്ടാമത്തെ നമ്മുടെ കളിയായിരുന്നു ഏറ്റവും അൺലക്കിയസ്റ്റ് ആയിട്ടുള്ള കളി. എന്ന് വെച്ചാൽ അവന്മാർക്ക് 2 ആയിരുന്നു, നമുക്ക് 5 ആയിരുന്നു. നമ്മൾ അവന്മാർക്ക് 3 ഗോൾ വാങ്ങിച്ചു കൊടുത്തിട്ട് ലാസ്റ്റ് അവന്മാരും 2 ഗോൾ അടിച്ച് ഗൈസ്, ചതിച്ചിട്ട് ജയിച്ച അവന്മാർ. കൊള്ളാം ഗൈസ്. ഗൈസ് നമ്മൾ എന്തായാലും നമ്മളെ പോസ്റ്റ് ഇടുന്നതായിരിക്കും നമ്മുടെ ബെക്കാമിൻ്റെ സ്വിച്ച് ചാപ്റ്റർ 2 ആകുമ്പോൾ, ചാപ്റ്റർ 3 ആകുമ്പോൾ. ഇപ്പോൾ ഗൈസ് നമ്മൾ ചാപ്റ്റർ 1 തീർത്തിട്ടുണ്ട്, ഇനിയും ചാപ്റ്റർ 2 തീരാറായി ഗൈസ്, ഇനി ചാപ്റ്റർ 3 ആണ്. അപ്പോൾ ഗൈസ് എന്തായാലും നല്ല സന്തോഷമായിരിക്കും ഗൈസ്. ബട്ടൊരു പ്രശ്നമുണ്ട്, നിങ്ങൾക്കറിയാമല്ലോ ഗൈസ്, എന്താ ഗൈസ് പറയാൻ, ഓരോ ചാപ്റ്ററും കഴിയുന്നതിന് ഗൈസ് നമ്മുടെ കളി ഇങ്ങനെ ഹാർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗൈസ് നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു കളക്ഷനിൽ നിന്ന് ഏതോ പ്ലെയറിനെ എടുക്കാനുണ്ടെന്ന്. ഗൈസ് ആ പ്ലെയറിനെ നമ്മൾ എടുത്തായിരുന്നു ഗൈസ്, ഞാൻ ഓർക്കുന്നില്ല, എടുത്തായിരുന്നെന്നാണ് തോന്നുന്നത്. അതൊക്കെ വിഷയമില്ലാത്ത കാര്യമാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് ചെക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ഈ വീഡിയോയിൽ ഒരു സന്തോഷ വാർത്ത ആവുമല്ലോ. ഗൈസ് ഇന്നത്തെ വീഡിയോ എനിക്ക് അതുപോലെ ഇഷ്ടപ്പെട്ടില്ല ഗൈസ്, നിങ്ങൾക്കറിയാമല്ലോ എന്തുമായിരുന്നു ഗൈസ്. അമ്മമാരുടെ രച്ചും ചെറുതായിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇപ്പോൾ ഓട്ടോ ആണ് കളിക്കുന്നത് വേണ്ടോ. ബട്ട് ഗൈസ് ഓട്ടോ ഇട്ട് കളിച്ചൊരു പ്രശ്നമുണ്ട്, അവന്മാരങ്ങ് ഗോളടിക്കും. ഇപ്പം കണ്ടോണേ ഗൈസ്, ഉണ്ടോ, അത് ഓഫ് സൈഡായിരുന്നു. അവന്മാർ അന്നേരത്തേക്ക് ഞാൻ വിചാരിച്ചു എന്താന്ന് ഗൈസ് അവന്മാർ ജയിച്ചെന്ന്. ഫുൾ ടൈം ആയപ്പോഴത്തേക്ക് കണ്ട ഗൈസ്, അത് ഉറപ്പാണ്, പെലെ തന്നെ അതിനകത്തുണ്ട് ഗൈസ്. ഒന്ന് ബോൾ തട്ടിപ്പറിക്കണം. യെസ് ഗൈസ്. അയ്യോ ഞാൻ വിരിച്ച് തട്ടിപ്പറിച്ചാണ് ഗൈസ്, തട്ടിക്കളാ അല്ലേമാർ ഗോളടിക്കും. ഓ ഗൈസ് അവന്മാർ അൺലക്കിയസ്റ്റ് ആയിട്ടുള്ളത് ഡ്രോപ്പ് ബോൾ. ഓക്കെ ഗൈസ് നമ്മൾ പാസ് കൊടുത്തിട്ടുണ്ട്, ഗോളിയെ കൊണ്ട് ആദ്യം കളിപ്പിക്കുന്നത് നല്ലതല്ല. എങ്ങാനും അവന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിച്ച് കഴിഞ്ഞാൽ പിന്നെ അവന്മാർക്ക് ഒറ്റ ഷൂട്ട് കൊടുത്താൽ മതി, അവിടെ ഗോളി പോലും ഇല്ലല്ലോ, അങ്ങനെ ഗോളാവും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഗോളി ഇറക്കി കളിപ്പിക്കുക. പക്ഷേ ഗൈസ് ഒരു ദിവസം നമ്മളൊരു ഹാർഡ് ഇട്ടിട്ടുണ്ടല്ലോ, 2ഉം കളിപ്പിച്ച് നമ്മൾ എന്താ ഗൈസ് നമ്മുടെ
ഗോളി ഇറക്കിച്ച് കളിപ്പിക്കും. ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാസ്ക്കാണ് കേസ് അത്. ഓക്കെ കേസ്, ഇതുകൂടെ കഴിഞ്ഞിട്ട് ആദ്യം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പെനാൽറ്റിയാണ് കേസ്. ഇനി ഞാൻ പെനാൽറ്റി ഇതിപ്പോൾ കൊണ്ടുവന്നല്ല ആയതാണ്. ഒറ്റ ഷൂട്ട്. ഓ ഗൈസ്, എനിക്കറിയായിരുന്നു ഗൈസ് കുറച്ചുകൂടെ മുമ്പിലോട്ട് പോയായിരുന്നു ഗോളായിരുന്നു. ഞാൻ അറിഞ്ഞുകൊണ്ട് ഗോളാക്കാൻ ചെയ്യായിരുന്നു. ഇപ്പം ഇത്ര ആയില്ല, ഇനി പെനാൽറ്റി ഇല്ലെങ്കിൽ തീർക്കാമെന്ന് വിചാരിച്ചു. ബട്ട് ഗൈസ് ഇവന്മാർ സമ്മതിക്കത്തില്ല. ഞാൻ തോറ്റ്. എന്തൊരു കഷ്ടമാണെന്നോടാ. ഞാൻ മേടിച്ച് തോറ്റെന്ന്. ഞങ്ങൾക്ക് ഇതാ ബോൾ കൊടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ തട്ടിക്കള ഗൈസ്. പാസ് വിടറാ ഗൈസ്. FC മൊബൈലിൽ കാര്യം പെട്ടെന്ന് പാസ് കൊടുക്കത്തില്ല. അതോ ഇല്ലാത്ത സമയത്ത് ഇവന്മാർ പാസ് കൊടുക്കും. ഗൈസ് ഇവന്മാരെവിടെ നിന്നാണ് ഈ സ്റ്റിക്കർ വിടണത്? നമുക്ക് വിടാൻ പറ്റുന്നില്ലല്ലോ. ഗൈസ് ഗോളാവോ? ഞാൻ പേടിച്ച് പോയി ഗൈസ്, ഗോളാവോ എന്ന് നോക്കിയിട്ട്. പിടിച്ചു വാങ്ങി എന്താണ്. ഓക്കെ ഗൈസ്, നോക്കാം. പെനാൽറ്റിയാണ്. പെനാൽറ്റി ഗൈസ്. നമ്മളൊരു ഗോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇങ്ങോട്ടായിരിക്കും അവന്മാർ അടിക്കുന്നത്. നോക്കാം ഗൈസ്. ഞാൻ അങ്ങോട്ട് തന്നെയാണ് കറക്റ്റ് ചെയ്തത്. ഗോളായ എൻ്റെ കുഴപ്പമില്ല. ജസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് തന്നെ അടിക്കുക. എന്ന് വെച്ചാൽ അവന്മാരെ കൺഫ്യൂഷൻ അടിപ്പിക്കുക. ഓക്കെ ഗൈസ്, അങ്ങോട്ട് തന്നെ അടിച്ചിട്ടുണ്ട്. ഇവന്മാരിപ്പോൾ ഇങ്ങോട്ട് അടിക്കും ഗൈസ്. അടിക്കുമായിരിക്കും, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. ഓടാ അടിച്ചടാ. നമ്മൾ മിസ്സാക്കി ഗൈസ്. ഈ പ്രാവശ്യം നമ്മൾ ജയിച്ചെന്ന് ഞാൻ പറയാം. അവന്മാരൊന്നും ചെയ്യില്ല, ചുമ്മാ എനിക്ക്. ഈ പ്രാവശ്യം അവന്മാർ ഇങ്ങോട്ട് തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് നോക്കാം. യെസ് ഗൈസ്, എനിക്കറിയാം ഗൈസ് ഇവന്മാരുടെ ട്രിക്ക്. ഞാൻ പറഞ്ഞില്ല അങ്ങനെ രണ്ട്. അയ്യോ ഞാൻ അറിയാതെ പറഞ്ഞ കളഞ്ഞ്. കുഴപ്പമില്ല ഗൈസ്, അവന്മാർ രണ്ടെണ്ണം കളഞ്ഞു. ഇനി അവന്മാർ ഞാൻ പറയാം അങ്ങോട്ട് തന്നെ ചെയ്തേക്കാം. ഗൈസ് നമ്മൾ ജയിച്ചടാ, ജയിച്ചു. യെസ് ഗൈസ്, യെസ്. ഐക്കോൺ ടീം BA നമ്മളങ്ങനെ പെനാൽറ്റിയിൽ പൊട്ടിച്ച് കളഞ്ഞു. യെസ് ഗൈസ്, വി വിൻ ദ ഗെയിം. ഓക്കെ ഗൈസ്, അപ്പം നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് നമുക്ക് ആ പ്ലെയർ ഏതാണെന്ന് നോക്കാം. അല്ല ഗൈസ്, എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തായിരുന്നു. ഗൈസ് എടുത്തായിരുന്നു. അന്നേരം ഗൈസ് നമുക്ക് ഏതോ ബോർജയോ അവരൊക്കെ കിട്ടി. എനിക്ക് അന്നേരമായിരുന്നെന്ന് തോന്നുന്നു. നമുക്കെന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആണ് ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ എല്ലാം എടുത്ത് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ. അല്ല ഗൈസ്, എടുത്തില്ല. നമ്മൾ എടുത്തില്ലായിരുന്നു ഗൈസ്. നമുക്ക് എടുത്ത് നോക്കാം. ആരായിരിക്കും ഗൈസ്? നിങ്ങൾ ഗസ് പറ, ആരായിരിക്കും? ഭാഗ്യമുണ്ട് നമുക്ക് നല്ല പ്ലെയറിനെ കിട്ടും ഗൈസ്. കാത്തിരുന്ന് കാണാം ആരാണ്. ഇന്നത് ഫുട്ബോൾ സണ്ണാണ് സ്ട്രൈക്കർ. ഓ ഗൈസ്, ടോണി ഗൈസ്. അന്ന് ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഭാഗ്യമില്ല. ഗൈസ് നമുക്ക് ക്ലബിൽ പോയിട്ട് അവനൊന്ന് എടുത്ത് വെച്ച് നോക്കാം ഗൈസ്. 85 ആയിരുന്നു ഗൈസ്. റിസർവിൽ പോകണേ ഇവന് 99 സണ്ണിനടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇവൻ സ്ട്രൈക്കറല്ലേ ഗൈസ്. അപ്പോൾ ഇവന് സ്ട്രൈക്കർ വെച്ച് കഴിഞ്ഞാൽ ഇവൻ സ്ട്രൈക്കറല്ല, ഇവൻ സ്ട്രൈക്കർ തന്നെയാണ്. നമ്മൾ കറക്റ്റായിട്ട് വെക്കുമ്പോൾ കണ്ടാണ് ഗൈസ്. അവരെല്ലാം സീവിയാണ്. നല്ല സീവി എനിക്ക് ഇതാണ് ഗൈസ്. ഇപ്പം നമുക്കെല്ലാം അവരുള്ള സ്ഥാനത്ത് വെക്കാം ഗൈസ്. ഇവൻ വേണ്ട സ്ട്രൈക്കർ എനിക്കൊന്ന് വൽവർക്ക് തന്നെ ഇരിക്കട്ടെ. വൽവർക്ക് നല്ല സ്ട്രൈക്കറാണ്.
ഇവന് സ്ട്രൈക്കറാണ് ഗൈസ്. നെക്സ്റ്റ് CB ആണ്, റൈറ്റിംഗ് അല്ല, CM ആണ്. ബെക്കാം നേരെയാണ് ഇരിക്കുന്നത്. കാമാണ് ഗൈസ്, ഇവൻ CM ആയിരിക്കുന്നത്. ബെൽഗാം ഇവിടാണ് ഗൈസ് ഇരിക്കേണ്ടത്. ഓക്കെ ഗൈസ്, ഇവൻ CB ആണ് ഗൈസ്. അപ്പം കാം അവിടെയാണ് ഗൈസ്. കാം ഇല്ലല്ലോ, വിത്ത് എടുത്ത് വെച്ചാലും ബോർജ സ്ട്രൈക്കറാണ്. ഇവനെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇവനെടുത്ത് ഇവിടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് 94 ആയി ഗൈസ്. നമ്മുടെ ഇത് ലെവലിൻ്റെ എന്താ ഗൈസ് പറയാം. ഗൈസ് ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് എടുത്ത് മാറ്റിയിട്ട് വൽവേക്കിന് വെക്കാം. അയ്യോ ഗൈസ്, അന്നേരം 93 ആയി. കുഴപ്പമില്ല, വൽവേക്ക് ഇരുന്നോട്ടെ. കഡ്വില്ല എടുത്ത് വെച്ചാലോ, അവിടെ ഒന്നും സംഭവിക്കില്ല. ഇവിടെ എടുത്ത് ബെക്കാമിന് പകരം വെച്ചാലോ ഒന്നും സംഭവിക്കില്ല. ടോണി എടുത്ത് വെച്ച് ഇവിടെ വെച്ചാലോ ഇവിടെ. അയ്യോ ഗൈസ്, കുറേ വേണ്ട. ഓക്കെ, എങ്ങനെ ഇരിക്കട്ടെ ഇപ്പോൾ എന്തായാലും. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണാമെന്നിരിക്കും. അടുത്ത വീഡിയോ പറഞ്ഞില്ലേ, ഇച്ചിരി ലോങ് ആയിരിക്കും. ഈ വീഡിയോ നല്ല ലോങ് ആയിരിക്കും ഗൈസ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ നല്ല ലോങ് ആയിരിക്കും. അപ്പോൾ ഗൈസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് 2K ആയിരുന്നു ഗൈസ് ലൈക്ക്. ബട്ട് ഗൈസ് നിങ്ങളാരും ചെയ്യത്തില്ലെന്ന് എനിക്കറിയാം. അത് കുഴപ്പമില്ല, നിങ്ങളുടെ നെയിമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക താഴെ. അതുപോലെ നിങ്ങൾ റൊണാൾഡോ ഫാനാണോ മെസ്സി ഫാനാണോ എന്നും കൂടെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ ഇട്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. ബൈ.